നവരാത്രിയുടെ 7-ാം ദിവസം ദേവിയെ കാളരാത്രി ഭാവത്തിലാണ് ആരാധിക്കേണ്ടത്. സപ്തമി തിഥിയിൽ ദേവിയെ കാലരാത്രി എന്ന സങ്കല്പത്തിൽ ആരാധിക്കുമ്പോൾ 8 വയസ്സുള്ള പെൺകുട്ടിയെ ശാംഭവി എന്ന ഭാവത്തിലാണ് പൂജിക്കുന്നത്. ദുർഗാഭാവങ്ങളിൽ ഏറ്റവും രൗദ്രവും ഭീവത്സവുമാണ് കാളരാത്രി ദേവി. അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തെ നൽകുന്ന ദേവിയാണിത്. ത്രിലോചനങ്ങളുമുള്ള ദേവി ചതുർബാഹുവാണ്. മാനസികമായി അന്യരോട് നിലനിൽക്കുന്ന ശത്രുതയും അന്യർക്ക് നമ്മോട് നിലനിൽക്കുന്ന മാനസിക ശത്രുതയും ഇല്ലാതാക്കി ശാന്തത കൈവരുത്തുവാൻ കാലരാത്രി ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. കാലത്തെപ്പോലും സംഹരിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് ഈ ദേവി. അതുകൊണ്ടാണ് കാലരാത്രി അഥവാ കാളരാത്രി എന്ന് പറയുന്നത്. ശനിഗ്രഹത്തെ നിയന്ത്രിക്കുന്നത് കാലരാത്രി ദേവിയാണ്. ശിവന്റെ തമോ ഗുണയുക്തമായ ശക്തിയാണ് ഈ ദേവി. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി അത്യുഗ്ര രൂപമാണ് ദേവിക്ക്. കറുത്ത ഇരുണ്ട ശരീരം, തലയോട്ടി മലയായി ധരിച്ചിരിക്കുന്നു, കഴുതപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ രൂപത്തിലാണ് ദേവിയെ ധ്യാനിക്കുന്നത്. 4 കരങ്ങൾ, വലതു കൈകളിൽ അഭയമുദ്രകൾ, ഇടത് കൈകളിൽ വാളും ഇരുമ്പ് തോട്ടിയുമാണ്. ഭയപ്പെടുത്തുന്ന രൂപം ഉള്ളവളാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃസ്വരൂപിണിയാണ് കാളരാത്രി. എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശുഭമായവ നൽകുന്നവളാകയാൽ ദേവിക്ക് ശുഭങ്കരി എന്നൊരു നാമധേയവുമുണ്ട്. നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ്. അതിനാൽ കണ്ടകശനി, അഷ്ടമശനി, 7ര ശനി എന്നീ ദോഷങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ നവരാത്രിയുടെ 7-ാം ദിവസം ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. ഇനി കാളരാത്രി ദേവിയെ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഇതാണ്: ഏകവീണേ ജപ കർണപൂര നഗ്ന ഗരാസ്ഥിത ലംബോഷ്ടി കർണികാകർണേ തൈലാഭ്യക്ത ശരീരിണി വാമപാദോല്ലസല്ലോഹ ലത കണ്ടകഭൂഷണ വർദ്ധനമൂർധജ്വ കൃഷ്ണ കാലരാത്രി ഭയങ്കരി. ഇതുകൂടാതെ യാ ദേവി സർവഭൂതേഷു മാ കാളരാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഈ ദേവി സ്തുതിയും ചൊല്ലാവുന്നതാണ്. ഇതിനോടൊപ്പം ഓം ദേവി കാളരാത്രിയേ നമഃ എന്ന മന്ത്രവും ചൊല്ലാവുന്നതാണ്. ഇത് ചൊല്ലുന്നതിലൂടെ കണ്ടകശനി പോലും മാറി നിൽക്കുന്നതുമാണ്.